ഹലോ, കണിയന്തര അച്ഛനാണോ? ഭദ്രാസന സെക്രട്ടറി. ഞാൻ ഒരു ഭദ്രാസന പ്രതിനിധിയാണ്. നാളെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അത് എവിടെ വെച്ചാ? നാളെ അല്ല, ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടല്ലയോ നിങ്ങളൊരു മീറ്റിംഗ് ഭദ്രാസന പ്രതിനിധികളുടെയും. ഞാൻ ഏബ്രഹാം. ഞാൻ നന്തൻകോട് പ്രതിനിധിയാണ്. ആ മീറ്റിംഗ് വിളിക്കാൻ അച്ഛൻ എന്ത് അധികാരമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നോട്ടീസിനകത്ത് അച്ഛനാന്ന് ഇപ്പം തോമസ് ജോർജ് പറഞ്ഞു അച്ഛനാ വിളിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ചപ്പം അച്ഛനോട് ചോദിച്ചു. എന്നോട് നിങ്ങളുടെ പ്രതിനിധി പറഞ്ഞു ഭദ്രാസന സെക്രട്ടറിയാ വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് അച്ഛനെ വിളിച്ചത്. ഏത് നിയമം അല്ല, നോട്ടീസിൽ എന്നോട് നിങ്ങളുടെ പ്രതിനിധി പറഞ്ഞു കണിയന്തറ അച്ഛനാണ് വിളിച്ചിരിക്കുന്നത്. അച്ഛൻ 34 ഭരണഘടന അനുസരിച്ച് ഇങ്ങനെ വിളിക്കാൻ പറ്റും. അച്ഛനൊരു നിയമം പറ. അച്ഛൻ നിയമം മാത്രം പറ. ഭദ്രാസന പ്രതി കുലശേഖരം തിരുവനന്തപുരം മണ്ഡലത്തിലെ അവരെ വിളിക്കാൻ നിയമമുണ്ടോ എന്ന് അച്ഛൻ അത്രയും മാത്രം പറ. മാന്യമായിട്ട് നമുക്ക് സംസാരിക്കാം. അച്ഛൻ മറുപടി പറ. ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് നടക്കുമോ? 34 ഭരണഘടന അനുസരിച്ച് ഇത് ഞാൻ വിചാരിച്ചു ഭദ്രാസന പൊതുയോഗമാണ് വിളിക്കുന്നതാണ്. കരിങ്കാലികളുടെ മീറ്റിംഗ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. അച്ഛൻ പറ. റെക്കോർഡ് ചെയ്യുന്നതൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാൻ നിയമമാണ് ചോദിക്കുന്നത്. അച്ഛൻ മിണ്ടായിരുന്നിട്ട് കാര്യമില്ല. മറുപടി ഇല്ലയോ പറയാൻ? എനിക്കറിയേണ്ട കാര്യം നിങ്ങൾക്ക് ഭദ്രാസന പൊതുയോഗം ഭദ്രാസന പ്രതിനിധികൾ എന്ന് പറഞ്ഞ് വിളിക്കാൻ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ അധികാരം? ജോർജ് തോമസിന് എവിടുന്ന് കിട്ടിയ അധികാരം? മനസ്സിലായില്ല. അല്ല, ഏത് ചോദ്യം? ഏത് നിയമത്തിന്റെ പുറത്ത് ഇയാള് ഇത് വിളിച്ചെന്ന് പറ. നിയമം പറ. 34 ഭരണഘടന അനുസരിച്ച് ഏത് നിയമത്തിൽ നിങ്ങൾക്ക് വിളിക്കായിരുന്നു? കരിങ്കാലിയുടെ കൂട്ടം വിളിക്കാം. അതിങ്ങനല്ല എഴുതണ്ടേ. മണ്ഡലം വരാൻ നിങ്ങളുടെ കുടുംബ സ്വത്താന്ന. മണ്ഡലത്തിൽ കുലശേഖരം മണ്ഡലവും തിരുവനന്തപുരം മണ്ഡലവും ഒക്കെ വരാൻ പറയാൻ ഇതെന്തുവാ? എന്ത് തോന്നിവാസം കാണിക്കാമോ? അല്ല, ഒരു നിയമം ഉണ്ടല്ലേ ഇതിനെല്ലാം. നിങ്ങൾ ആദ്യം ഭരണഘടന പഠിച്ചിട്ട് ഭദ്രാസനത്തിലെ കൗൺസിൽ മെമ്പറായിട്ടിരിക്കും. ഇയാൾക്കൊരു അധികാരമുണ്ട്. അതിൽ കൂടുതൽ കളിക്കാൻ ഒരു അധികാരവും ആരും തന്നിട്ടില്ല. ആദ്യം എല്ലാം മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. ഇത് എവിടുത്തെ നിയമോ? ഇങ്ങനാണോ വിളിക്കുന്നത്? നിങ്ങൾ ഫോൺ ചെയ്ത് 10 പേരെ വിളിച്ചു കൂട്ടി എന്തെങ്കിലും സംസാരിക്കുന്ന അത് വേറെ. ഇങ്ങനാണോ എഴുതുന്നത്? ഭദ്രാസന പ്രതിനിധി യോഗം ഏത് വകുപ്പിലാണ് ഞാൻ വരേണ്ടിയത്? ഹലോ, മറുപടി പറ. ഏത് വകുപ്പിലാണ് വരേണ്ടിയേ? എന്ത് തോന്നിവാസം കാണിക്കാന്ന് വിചാരിച്ചോ നിങ്ങൾ?